الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഫുകളിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. ശാരീരിക പ്രയാസമില്ലാത്ത ആളുകളെല്ലാവരും, പിറകിലിരിക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സ്വഫിലേക്ക് കയറിയിരിക്കുന്നു. ഈ രണ്ടാമത്തെ സ്വഫിലെ ഒരുപാട് ഒഴിവുകളുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ എന്നുള്ളത്. മുസ്ലിമീങ്ങളോട് ശത്രുത കാണിച്ച ജൂതന്മാരെ പോലെ ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല. ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറുകയും ഇസ്ലാമികപരമായി കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉന്മൂലനം ചെയ്യണം, ഇല്ലാതാക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമായിരുന്നു ജൂതന്മാരുടേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മളോട് ആ കാര്യം കൃത്യമായി കൊണ്ട് ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. ജനങ്ങളിൽ വെച്ച്
വിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ യഹൂദരും ബഹുദൈവാരാധകരുമാണെന്ന് നബിയെ നിനക്ക് കാണാവുന്നതാണ്. നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള വിഭാഗമാണ് ജൂതന്മാർ. വിശ്വാസികളെ റബ്ബിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളാണവർ. നമസ്കാരത്തിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ റബ്ബിനോട് നമ്മൾ പറയുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നീ ഞങ്ങളെ നേരായ ചൊവ്വായ മാർഗത്തിലൂടെ കൊണ്ടുപോകണമേ അല്ലാഹ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് അല്ലാഹ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ചു പോയവരുടെ മാർഗത്തിലല്ല, നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളുടെ മാർഗത്തിലുമല്ല അല്ലാഹ്. നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല പടച്ച റബ്ബ് പറഞ്ഞത് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ശാപകോപങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ ജൂതന്മാരുടെ ഒരു സ്വഭാവവും ഒരു ആചാരവും ഒരു പ്രവർത്തനവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആ ജൂതന്മാരുടെ എത്രയോ പ്രവർത്തനങ്ങൾ ഇന്ന് ആളുകൾ കടമെടുത്തിട്ടുണ്ട്. വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയണം, എന്തൊക്കെയാണ് എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചത്, എന്തൊക്കെയാണ് വിരോധിച്ചത് എന്ന് കൃത്യമായി അറിയുകയും ജൂദായിസം പേറിക്കൊണ്ട് നടക്കുന്ന മുസ്ലിം നാമകാരികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പിന്മാറി നിൽക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ നമ്മളോട് താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലതത്ബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റൻ വദിറാഅൻ ബിദിറാ, തീർച്ചയായും നിങ്ങളുടെ മുൻഗാമികളുടെ പാതകളെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായി കൊണ്ടും നിങ്ങൾ അവരെ പിൻപറ്റുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളോട് അറിയിച്ചു തന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരുപാട് വിശ്വാസ ആചാര സ്വഭാവങ്ങളുണ്ട്. നമ്മളത് കൃത്യമായി കൊണ്ട് അറിയുകയും നമ്മളത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഖബറുകളെ കെട്ടി ഉയർത്തുകയും അതിന്മേൽ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ സ്വഭാവം ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളിൽ ഒരുപാട് ഉപദേശങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ, ജൂത നസാറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളതാണ്. കേരളത്തിന്റെ ഓരോ ജില്ലകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ദർഗകളാണ് വ്യത്യസ്തമായ പേരുകളിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പേരുകളാണ്. ഉപ്പാപ്പ ദർഗ, ഉമ്മാമ ദർഗ. ഓരോ ആവശ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ നൊമ്പരങ്ങള്, നിങ്ങളുടെ വേവലാതികൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിയോട് നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ
മതപുരോഹിതന്മാർ ജനങ്ങളെ വഴിപഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൃത്യമായ ഇതിനെക്കുറിച്ചിട്ടുള്ള ചിന്തയും ബോധവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അത് വിശ്വാസികളായ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളതല്ല. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, അവരുടെ ഏറ്റവും വലിയ മറ്റൊരു കുതന്ത്രമായിരുന്നു ദീനിലെ ചിലത് അവരെടുക്കും, ചിലത് അവരൊഴിവാക്കും. ആ ഒരു സ്വഭാവം കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളും മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലൂടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെടുത്തു, മറ്റുള്ളത് അവരെ ഒഴിവാക്കി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ജൂതന്മാർ വിശ്വസിച്ചു. എന്നാൽ ഈസാ നബിയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുകയാണ്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അല്ലയോ ജൂതന്മാരെ, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ എടുക്കുകയും ചില ഭാഗങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ? നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഒക്കെ ഈ രൂപത്തിലുള്ള സ്വഭാവം കടന്നു വന്നിട്ടുണ്ടോ? എത്രയോ ആളുകളുണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ ഏറെ ശ്രദ്ധയുള്ള ആളുകളാണ്. നിസ്കരിക്കും, എല്ലാ നമസ്കാരവും കൃത്യമായി കൊണ്ട് അവർ നിർവഹിക്കും. എന്നാൽ നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം, സകാത്ത് നിങ്ങൾ കൊടുക്കണമെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു കൽപ്പന പലപ്പോഴും ജീവിതത്തിൽ ചെയ്യാറില്ല, അല്ലേ? സകാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ നമുക്ക് എന്നും സംശയമാണ്, നമുക്കെന്നും ഡൗട്ടാണ്. ആ സംശയം നമുക്ക് തീരുന്നില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ? അതിന്റെ ഗൗരവം നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമ്മിൽ ഇല്ലാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകളാണ് ജൂതന്മാർ. അല്ലാഹു പറയാണ്, വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവരറിഞ്ഞുകൊണ്ട് റബ്ബിന്റെ പേരിൽ അവർ വ്യാജം പറയുകയും ചെയ്യുന്നു. അല്ലാഹുവിനെ കുറിച്ചിട്ട് അസത്യമായി കൊണ്ടുള്ള കാര്യങ്ങൾ, കളവ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമാണ്. ഏത് സന്ദർഭത്തിലും നിനക്ക് രോഗമുണ്ടോ, നിനക്ക് പ്രയാസമുണ്ടോ, നിനക്ക് പ്രതിസന്ധിയുണ്ടോ, നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി പരീക്ഷിക്കുകയാണോ, നീ പ്രാർത്ഥിക്കേണ്ടത് ഏക ഇലാഹായ റബ്ബിനോട് മാത്രമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ എത്രയോ മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നു, അല്ല, മമ്പറം തങ്ങളോട് പ്രാർത്ഥിക്കാം, മുഹിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ മൺമറഞ്ഞുപോയ മഹത്തുക്കളോട് പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല എന്ന് പച്ചക്കള്ളം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പേരിൽ ഇവർ പറഞ്ഞു വിടുമ്പോ ഒരു യഥാർത്ഥ വിശ്വാസി ആലോചിക്കേണ്ടത് എന്താണ്? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞതാണ്, നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ് എന്ന്. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ മറ്റുള്ള മഹത്തുക്കളിലേക്ക് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഏറ്റവും അടുത്തവനാണെന്ന് നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച, നമുക്ക് ഹിദായത്ത് നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വായു നൽകിയ, നമുക്ക് സൗകര്യങ്ങൾ നൽകിയ റബ്ബ് നമ്മളോട് പറയുമ്പോ പിന്നെ എന്തിന് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കൈകൾ ഉയരണം? ഇവിടെയാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായി നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും റബ്ബ് പറയാൻ പറഞ്ഞത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, നബിയെ പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട്
അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന രീതി അത് ജൂതന്മാരുടെ സ്വഭാവമാണെന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, അതുപോലെ അവരുടെ മറ്റൊരു ദുസ്വഭാവമായിരുന്നു ദീനിലെ നിയമങ്ങളെ മറച്ചു വെക്കുക എന്നുള്ളത്. വേദഗ്രന്ഥത്തിലെ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് അവരവരുടെ ജീവിതത്തെ അവർ കഴിച്ചുപോയിക്കൊണ്ടിരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വേദക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അഹ്ലൽ കിതാബ്, അല്ല വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ എന്തിനാണ് നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, സത്യം സത്യമായി പറയുവാനും ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധ്യമാകണം. എന്താ അതിന് ഉദാഹരണം? എത്രയോ ആളുകൾ പറയലുണ്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തംനഹു ഇമാ അല്ലാഹി അയ്യുസല്ലീന ഫിൽ മസ്ജിദ്, അല്ലാഹുവിന്റെ അടിയാറ്റുകളെ പള്ളിയിലേക്ക് പോകുമ്പോൾ നമസ്കരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ തടഞ്ഞു വെക്കല്ലേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജുമാ നമസ്കാരം നിർബന്ധമില്ലാത്ത 4 വിഭാഗം ആളുകളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കൂട്ടത്തിലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബ്ദുൽ മഖ്ലൂഖ്, ഉടമപ്പെടുത്തിയ ഒരു അടിമ, അവനക്ക് ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ഇവർ അടിമകളെ വിലക്ക് വാങ്ങും. അപ്പൊ ഈ ഉടമ പറഞ്ഞതുപോലെ മാത്രമേ ആ അടിമക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ജുമാ നിർബന്ധമില്ല. ഔ മരീദ്, ഒരു രോഗി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ജുമാ നിർബന്ധമില്ല. എന്നാൽ ഒരു രോഗി അവന്റെ ഉള്ള ആരോഗ്യമൊക്കെ വെച്ച് ഓൻ പള്ളിയിൽ വന്ന് നമസ്കരിച്ച് നമ്മൾ എന്ത് പറയാൻ പാടില്ല? ഹറാം എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔ സ്വബിയ്യിൻ, ഒരു കുട്ടി, അവൻക്കും ജുമാ നിർബന്ധമില്ല. എന്നാൽ ആ കുട്ടി പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ ഹറാമെന്ന് പറയാൻ പാടില്ല. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് പ്രിയപ്പെട്ടവരെ, അബിംറഅത്തിൻ, ഒരു സ്ത്രീ, അവൾക്കും ജുമാ നിർബന്ധമില്ല. പക്ഷേ ഒരു പെണ്ണെങ്ങാനും പള്ളിയിൽ വന്ന് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമയുടെ പൂർണ്ണമായ പ്രതിഫലം ആ പെണ്ണിന് റബ്ബ് കൊടുക്കും. എന്നാൽ അവൾ ഒരു ഹറാം ചെയ്തു എന്ന് പറയാൻ ഒരാൾക്കും പാടില്ല. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യാത്രക്കാരൻ, അവൻക്കും ജുമാ നിർബന്ധമില്ല. ഇവിടെ നമ്മുടെ വിഷയമായി വന്നത് സ്ത്രീയാണല്ലോ. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ ദാസികള് പള്ളിയിലേക്ക് പോകുമ്പോ നിങ്ങൾ അവരെ തടയാൻ പാടില്ല. ഇത് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നില്ല, ഈ ഹദീസ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹറമിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ, അവിടൊക്കെ നമുക്കത് കാണാലോ. എന്നാൽ ഇതേ സ്ത്രീകള് മക്കാമിലേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇതേ സ്ത്രീകള് നബിദിന റാലിയെ കാണാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോ പ്രശ്നമില്ല. പാതിരാത്രി വരെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് അത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് നബിദിന പരിപാടികൾ കാണുവാൻ അതവർക്ക് പ്രശ്നമില്ല. അള്ളാന്റെ പള്ളിയിലേക്ക് കയറുമ്പോ വലിയ ഫിത്നയും വലിയ പ്രശ്നവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹക്ക് മറച്ചു വെച്ച് നടന്നാൽ അത് ജൂദായിസത്തിന്റെ പെരുമാറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
അതുകൊണ്ട് സത്യത്തെ മനസ്സിലാക്കുകയും ആ സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾ പഠനവിധേയമാക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, ജൂതന്മാരുടെ മറ്റൊരു സ്വഭാവമായിരുന്നു അവർക്ക് ഐഹിക ജീവിതത്തോടുള്ള അമിതമായി കൊണ്ടുള്ള ആർത്തിയും മരിക്കുവാനുള്ള ഭയവും. എങ്ങനെ? ഈ ഹേലോക ജീവിതത്തോട് വലിയ ഒരു താല്പര്യമായിരുന്നു അവർക്ക്. എല്ലാറ്റിനേക്കാളും ആ ഒരു താല്പര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ അർത്ഥം ദുനിയാവ് വേണ്ടെന്നല്ല. ദുനിയാവില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല. സന്തോഷിക്കണം, ആഹ്ലാദിക്കണം, പക്ഷേ പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ, ലിമിറ്റുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉലൈകല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. പരലോകം വിറ്റുകൊണ്ട് ഇഹലോക ജീവിതം വാങ്ങിയവരാകുന്നു ആ ജൂതന്മാർ. നമ്മൾ അങ്ങനെയാണോ? നമുക്ക് നിസ്കാരമുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു. നിസ്കാരമില്ല, അദ്കാറുകളുമില്ല, പ്രാർത്ഥനകളുമില്ല, വെറും ദുനിയാവ്, വെറും കച്ചവടം, എങ്ങനെ ബിസിനസ് നടത്താം, എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം, ഈ ഒരു ചിന്ത മാത്രമാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു, അവർ മരണത്തെ വല്ലാതെ ഭയപ്പെടുന്ന ആളുകളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണം എന്നുള്ള വാസ്തവം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറൂ ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ച് എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസാനം സംഭവിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ നമസ്കരിക്കുമ്പോഴാകാം, ഭക്ഷണം കഴിക്കുമ്പോഴാകാം, വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോഴാകാം, വിദ്യാലയത്തിലേക്ക് കടന്നു പോകുമ്പോഴാകാം, ഏത് സന്ദർഭത്തിലൂടെ മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുമ്പോഴും ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنْتُمْ تُوعَدُونَ. മലക്കുകളുടെ സമാധാനപരമായി കൊണ്ടുള്ള വാർത്ത കേട്ടുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് സമാധാനത്തോടുകൂടി ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമാകണം പ്രിയപ്പെട്ടവരെ. ആ മലായിക്കത്തുകൾ നല്ല ആളുകളോട് വന്ന് പറയുന്ന വാചകം എന്തെന്നറിയുമോ? അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഈ ദുനിയാവിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോ ഒരാൾ നമ്മളോട് വന്നിട്ട് പറയാണ്, സഹോദര നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, ദുനിയാവിൽ പറയുമ്പോൾ എത്ര സന്തോഷം നമുക്കുണ്ടാകും. അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത്. പ്രിയപ്പെട്ടവരെ, മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ഈ അടുത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ എത്ര വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ, അപകട മരണങ്ങൾ. നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയണില്ല, വാർത്ത കേൾക്കാൻ കഴിയണില്ല. അപകട മരണങ്ങൾ തുരുതുരാ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4, 3, 5, 6 ഒക്കെ പേര് ഒരൊറ്റ വാഹനാപകടത്തിൽ പൊടുന്നനെ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ആളുകൾ. ആയിരക്കണക്കിന് സ്വപ്നങ്ങളും ആയിരക്കണക്കിന് ആഗ്രഹങ്ങളും മനസ്സിൽ പേറി ജീവിക്കുന്ന മനുഷ്യർ ഒരൊറ്റ മൈക്രോ സെക്കൻഡിൽ ജീവിതമില്ലാതായി പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മളും അവരെ പോലെ മനുഷ്യരാണ്. നമ്മളും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്തുണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോൾ എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ ദുനിയാവിൽ അവസരങ്ങൾ. അതുകൊണ്ട് അമലുകൾ ചെയ്യുവാനുള്ള അവസരങ്ങളിൽ നമ്മൾ സജീവമാവുക, മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മനിരതരായി കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ജൂതന്മാരുടെ മറ്റൊരു സ്വഭാവമായിരുന്നു നഹ്സ് നോക്കുക എന്നുള്ളത്. നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും മാസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തിനോ ഒന്നും ശകുനത്തിന്റെ മാസമായിക്കൊണ്ടോ ശകുനത്തിന്റെ ദിവസമായിക്കൊണ്ടോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ നാടുകളിൽ എത്രയോ കലണ്ടറുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുഹറം മാസത്തെയൊക്കെ കുറിച്ച് പറയുമ്പോൾ, മുഹറത്തിലെ 10 ദിനങ്ങൾ അത് നഹ്സിന്റെ ശകുനത്തിന്റെ ദിവസങ്ങളാണ്. അന്ന് വീട് പണി തുടങ്ങാനോ അല്ലെങ്കിൽ അന്ന് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനോ പാടില്ല. കാരണം എന്താ? അത് പരാജയപ്പെട്ടു പോകും എന്നുള്ള തെറ്റായ ധാരണ പ്രിയപ്പെട്ടവരെ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത്, അവൻ ഒരിക്കലും ദിവസത്തെയോ കാലത്തെയോ സമയത്തെയോ അവൻ പഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ശപിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ശക്തമായ ഒരു മഴ പെയ്താൽ വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ടത് അൽഹംദുലില്ലാഹ് എന്നായിരിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ പറയലുണ്ട്, എന്തൊരു എടങ്ങറായ മഴയാണിത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇത് പെയ്യേണ്ടതുണ്ടോ എന്നൊന്നും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, തീർച്ചയായും അല്ലാഹുവാകുന്നു കാലം എന്നുള്ളത്. അഥവാ നമ്മൾ പഴിക്കുന്നത്, നമ്മൾ ശപിക്കുന്നത് അത് അല്ലാഹുവിലേക്കാണ് എത്തുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ ആഖിറത്തിന് നന്മയാകുന്ന വിഷയങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ വിശ്വാസവും അവരുടെ ആഘോഷങ്ങളും ഒരു വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോ ക്രൈസ്തവരായിക്കൊണ്ടുള്ള ആളുകൾ അവർ ഏറ്റവും കൂടുതൽ വലുതായി അവർ ആഘോഷിക്കുന്ന അവരുടെ ആഘോഷമാണ് ക്രിസ്തുമസ് എന്നുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ യാതൊരുവിധ നിലക്കും ഒരു വിശ്വാസി നിലക്ക് ആ ആഘോഷത്തിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ അവരുടെ പാട്ടും കൂത്തുമായിട്ടൊക്കെ വരുമ്പോൾ സാമ്പത്തികമായും ശാരീരികമായിക്കൊണ്ടോ അവരെ സഹായിക്കാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. കാരണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവർ അവരിൽപ്പെട്ടവരാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മതസൗഹാർദ്ദത്തിനപ്പുറം മാനവ സൗഹാർദ്ദമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്, അല്ലെ? നമ്മുടെ അയൽവാസി നമ്മുടെ മതത്തിലില്ലാത്ത മറ്റൊരാളാണെങ്കിൽ അവൻ വിശന്നിരിക്കുകയാണോ, അവനക്ക് ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. തർക്കമൊന്നുമില്ല. അവന് ചികിത്സിക്കാൻ പണമില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. എന്നാൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് അവരാചരിക്കുന്ന അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ, അത് ഭക്ഷിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അത്രയുള്ളൂ വിഷയം, അത്രയുള്ള വിഷയം. അത് ഗൗരവത്തിൽ നമ്മൾ കാണും. ഇതാ ഇപ്പൊ ഈ സമയമായി തുടങ്ങിയിട്ടുള്ളൂ. എത്രയോ മുസ്ലിം വീടുകളിൽ സ്റ്റാറുകള് അവര് തൂക്കുന്നേക്കാൾ എത്രയോ മനോഹരമായി നമ്മുടെ ആളുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. എവിടെ എത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ? ഇത് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിലോ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ട് എങ്കിൽ അത് നമ്മൾ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തിരുത്തി കൊടുക്കുക. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് പ്രതിഫലം
നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി റബ്ബിന്റെ മാർഗത്തിൽ സഹകരിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്ന എല്ലാ സദഖകളും അള്ളാഹു നമ്മിൽ നിന്ന് നല്ല ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ അല്ലാഹുവേ, മുവഹ്ഹിദുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ അയൽവാസികൾ, കുടുംബക്കാർ, ഗുരുനാഥന്മാർ, അവരുടെയൊക്കെ ഖബറിടം നാഥാ നീ വിശാലമാക്കി കൊടുക്കുകയും